തമിഴ്നാട് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചത് രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ദേശീയഗാനത്തിന് മുൻപായി വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികകളും ചടങ്ങിൽ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. 1950-ൽ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച 2 ഖണ്ഡികകൾ മാത്രം ആലപിക്കുന്ന രീതിയിൽ നിന്ന് മാറി വന്ദേ മാതരത്തിന് ദേശീയഗാനത്തിന് തുല്യമായ നിയമപരിരക്ഷ നൽകുന്ന കേന്ദ്രത്തിന്റെ പുതിയ നിലപാട് വിജയ് സർക്കാർ പൂർണ്ണമായും നടപ്പിലാക്കി. ഈ നീക്കം BJPയെ പോലും പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശനിയാഴ്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും പങ്കെടുത്തിട്ടും അവിടെ വന്ദേ മാതരം ആലപിച്ചിരുന്നില്ല. എന്നാൽ BJPയുടെ കടുത്ത രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന വിജയ് കേന്ദ്ര നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ദേശീയതയുടെ കാര്യത്തിൽ താൻ ഒരു പടി മുന്നിലാണെന്ന സൂചനയാണ് നൽകുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഗാനാലാപനം നടന്നത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നിർബന്ധമാക്കി ആലപിക്കുന്നതിനെ മുൻപ് എതിർത്തിരുന്ന കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഈ ചടങ്ങ് നടന്നത്. വന്ദേ മാതരത്തിനു ശേഷം ദേശീയഗാനമായ ജനഗണമനയും തുടർന്ന് തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്തും ആലപിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിച്ചത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വവും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ദേശീയ പ്രതീകങ്ങളെയും നിയമങ്ങളെയും മാനിച്ചുകൊണ്ടുള്ള വിജയുടെ ഈ തന്ത്രപരമായ നീക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു ശൈലിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം കേന്ദ്രം ആഘോഷിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ദേ മാതരത്തിന് ദേശീയഗാനത്തിന് തുല്യമായ നിയമപരിരക്ഷ നൽകുന്നതിനായി 1971-ലെ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വിജയുടെ മാതാപിതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത ചടങ്ങിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ RV ആർലേക്കറും വിജയ് 9 മന്ത്രിമാരും അടങ്ങുന്ന മന്ത്രിസഭയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുതിർന്ന നേതാവ് KA സെങ്കോട്ടയ്യൻ, യുവമുഖങ്ങളായ TK പ്രഭു, S കീർത്തന എന്നിവരും മന്ത്രിസഭയിലുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുക, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന രൂപീകരിക്കുക എന്നീ ഫയലുകളിലാണ് അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ചത്. താൻ ഒരു രാജപരമ്പരയിൽ നിന്നുള്ളവനല്ലെന്നും തന്നെ സ്വീകരിച്ചത് ജനങ്ങളാണെന്നും തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിന് ശേഷം രാഹുൽ ഗാന്ധിക്കും സഹമന്ത്രിമാർക്കും ഒപ്പം സെൽഫി എടുത്തിട്ടാണ് വിജയ് വേദി വിട്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ ആദ്യ പ്രസംഗത്തിൽ താനൊരു മാലാഖയല്ല, സാധാരണക്കാരൻ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ ഒരു രാജപരമ്പരയിൽ നിന്നോ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നോ വന്നവനല്ലെന്നും ആ വേരുകളാണ് ജനങ്ങൾ തന്നെ അംഗീകരിക്കാൻ കാരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിൽ അനുയായികൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളാണ് എൻ്റെ ജീവൻ. തന്റെ പാർട്ടി പ്രവർത്തകരില്ലാതെ താൻ ഒന്നുമില്ല എന്നായിരുന്നു അധ്യക്ഷൻ കൂട്ടിച്ചേർത്തത്. ഇതൊരു പുതിയ തുടക്കമാണ്. യഥാർത്ഥവും മതേതരവുമായ സാമൂഹ്യനീതിയുടെ പുതിയൊരു കാലഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. നുണപ്രചാരണങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കില്ലെന്ന് പറഞ്ഞ വിജയ് യഥാർത്ഥ മതേതര സാമൂഹ്യനീതിയുടെ ഒരു കാലഘട്ടത്തിനായി താൻ പ്രവർത്തിക്കുമെന്നും ഊന്നി പറഞ്ഞു. തന്റെ ഭരണമികവും വിലയിരുത്തുന്നതിന് ജനങ്ങൾ തനിക്ക് കൃത്യമായ സമയം നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എൻ്റെ സർക്കാരിൽ ഞാനല്ലാതെ മറ്റൊരു അധികാര കേന്ദ്രവും ഉണ്ടായിരിക്കില്ല. ഞാൻ മാത്രമായിരിക്കും ഏക അധികാര കേന്ദ്രമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സർക്കാരിൻ്റെ നയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.